നിജേഷ്, ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഇന്ന് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചതിൻ്റെ ആ പശ്ചാത്തലത്തിൽ നിന്ന് തന്നെ തുടങ്ങാം എന്ന് വിചാരിക്കുന്നു. ഇതിപ്പോൾ പ്രതിപക്ഷത്തെ സംബന്ധിച്ചും 5ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. വളരെ ആധികാരികമായി സർക്കാരിനെതിരെ ഒരു മൂവ്മെൻറ്റ് സൃഷ്ടിക്കാൻ പ്രതിപക്ഷത്തിന് നാളിതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന പ്രധാനപ്പെട്ട വിമർശനം. അതിന് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സർക്കാരിൻ്റെ പ്രവർത്തന മികവ് കൊണ്ട് സംഭവിക്കുന്നതാണ്, അല്ലാതെ പ്രതിപക്ഷത്തിൻ്റെ പരാജയം കൊണ്ടൊന്നും സംഭവിക്കുന്നില്ല. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അദ്ദേഹം ആഞ്ഞു പിടിച്ചിട്ടുണ്ടാകും. പക്ഷേ ഇന്ന് തന്നെ ആലപ്പുഴയിലെ പ്രസ് ക്ലബ്ബിലെ വാർത്താസമ്മേളനം അതിൻ്റെ ഒരു പ്രകടമായ ഉദാഹരണമല്ലേ. പറഞ്ഞ് ഏറ്റവും ഒടുവിൽ മാധ്യമങ്ങളെ മറ്റൊരു തരത്തിൽ സംശയത്തിൻ്റെ നിഴലിൽ നിർത്താനുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ നീക്കം എന്നതിനപ്പുറത്തേക്ക് അതിലും ആധികാരികമായി ഒരു പ്രശ്നത്തെ അവതരിപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് ആ ചോദ്യം വന്നത്. മുൻപും എത്രയോ ആരോപണങ്ങൾ നിങ്ങൾ ഉന്നയിച്ചു, അത് ഉന്നയിച്ചിടത്ത് തന്നെ അവസാനിച്ചു പോയി, അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്ന നിലയിലേക്ക് പ്രതിപക്ഷ നേതാവിനോട് ആ പ്രശ്നം ഉന്നയിക്കുമ്പോൾ തന്നെ മാധ്യമപ്രവർത്തകർക്ക് ചോദിക്കാൻ കഴിയുന്നു. അങ്ങനെ ആധികാരികമായി സർക്കാരിനെതിരെ നീങ്ങാനും വിജയിക്കാനും കഴിയാതെ പോയ പ്രതിപക്ഷം എന്ന പ്രശ്നം നിങ്ങളെ അലട്ടുന്നില്ലേ? കെ സുധാകരൻ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞു പ്രതിപക്ഷത്തെ കുറെ കൂടി നന്നാക്കാമായിരുന്നു എന്ന്. ഞങ്ങളെ അലട്ടുന്നില്ല എന്ന് മാത്രമല്ല, കേരളത്തിന്റെ സർക്കാരിന് നിങ്ങൾ പറയുന്ന മികവുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ഒന്നുകൂടി പരിശോധിക്കുന്നത് നല്ലതാണ്. ഏത് മേഖലയിലാണ് മികവ് എന്ന് കൂടി പറയണം. മുഖ്യമന്ത്രി നേരിട്ട് കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പ് ആണെങ്കിൽ കേരളത്തിൽ നിത്യേന കൊലപാതകം നടക്കാത്ത ഒരു ദിവസവുമില്ല. രാസലഹരി, MDMA തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഒഴുകിക്കൊണ്ടേയിരിക്കും. കൊലപാതകം നടത്തുന്ന പോലീസല്ല, കൊലപാതകം അടക്കം ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ വരുമ്പോൾ പോലീസ് എങ്ങനെ കുറ്റാന്വേഷണത്തിൽ എങ്ങനെ മികവോടെ പോകുന്നു, അതുപോലെ തന്നെ രാസലഹരിയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത തുടർച്ചയായ നടപടികൾ ഉണ്ടാകുന്നു. ഇതൊക്കെ കേരളത്തിൽ നമ്മുടെ മുമ്പിൽ നടക്കുന്ന കാര്യങ്ങളല്ലേ നിജേഷ്? അല്ല, ലോ ആൻഡ് ഓർഡർ ഉള്ള സ്ഥലത്ത്, പോലീസുകാരൻ ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്ത് സംഭവിക്കാൻ പാടില്ലാത്തതാണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിത്യേന എന്നോണം ആളുകൾ കൊലപാതകം നടക്കുന്നു. കേരളത്തിൽ കൊലപാതകങ്ങൾ കേരളത്തിൽ മാത്രമാണോ നടക്കുന്നത്? കേരളത്തിലാണല്ലോ. കേരളത്തിൽ മാത്രമാണോ കൊലപാതകങ്ങൾ നടക്കുന്നത്? അല്ല, ഞാൻ എല്ലാ സംസ്ഥാനങ്ങളെയും സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കേണ്ട ഘട്ടം വന്നാൽ പഠിച്ചോളാം. ഇന്ന് എന്റെ കണ്ണിന്റെ മുന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ 100-ൽ 100 മാർക്ക് കൊടുക്കുന്ന ഗവൺമെന്റിന്റെ ഒന്നാമത്തത് ആഭ്യന്തര സംവിധാനമാണ് എങ്കിൽ അത് പരാജയപ്പെട്ട് കിടക്കുകയാണ്. കേരളത്തിലെ പോലീസുകാർക്ക് ആത്മവിശ്വാസമില്ല. കേരളത്തിലെ പോലീസുകാർ കേസ് അന്വേഷിക്കുന്നില്ല. ഏറ്റവും സങ്കീർണമായ കേസുകളിൽ പോലും ഏറ്റവും വിദഗ്ധമായി കേസുകൾ അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയുന്ന രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച സംവിധാനമാണ് കേരള പോലീസ്. എന്താ സംശയം? നമ്മളടക്കം രാഷ്ട്രീയത്തിന് അതീതമായി എത്രയോ തവണ ആ മികവ് എന്ന് പറയുന്നത്, കുറ്റാന്വേഷണ മികവ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സർക്കാരിൻ്റെ ഒരു കാലത്ത് സംഭവിക്കുന്നതല്ല. കേരള പോലീസ് ആ നിലയിൽ മുന്നോട്ട് പോയതിനെ ഭരണപ്രതിപക്ഷങ്ങൾ തന്നെ ശ്ലാഘിച്ച എത്രയോ സന്ദർഭങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അല്ല, ആ ആത്മവിശ്വാസമൊക്കെ കേരളത്തിലെ പോലീസിന് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. 100-ലധികം പോലീസുകാർ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞു. നമ്മളൊക്കെ കണ്ടതുപോലെ, ഞാൻ പറഞ്ഞത്, ആളുകൾ കൊല്ലുന്ന അവസ്ഥ. ചെന്താമര വരുന്നു, 2 ആളെ കൊല്ലുന്നു, അകത്തു പോകുന്നു. താമരശ്ശേരിയിൽ ഭാര്യയെ ഭർത്താവ് കൊല്ലുന്നു, അമ്മയെ മകൻ കൊല്ലുന്നു, സ്കൂൾ കുട്ടികളെ തല്ലിക്കൊല്ലുന്നു. ഇങ്ങനെ കേരളത്തിൽ ആഭ്യന്തര സംവിധാനം ഇതുപോലെ കുത്തഴിഞ്ഞു കിടന്ന ഏത് കാലമാണ് ഉണ്ടായത്? എന്നാൽ നിജേഷ്, അത് വലിയ തോതിൽ ഒരു സാമൂഹിക പ്രശ്നമായി. നിജേഷ് നോക്കൂ, നമ്മളൊക്കെ ഒരുപാട് ചർച്ച, നിങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകരടക്കം കേരളത്തിൻ്റെ എന്നല്ല നമ്മുടെ സമൂഹത്തിൽ ആകെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാറ്റം വളരെ വൈകാരികമായി അപകടകരമായ നിലയിൽ ചെറിയ പ്രശ്നങ്ങളിൽ നിന്ന് പോലും കൊലപാതകം ഉണ്ടാകുന്ന തരത്തിലേക്ക് വരുന്ന മാറ്റങ്ങൾ, അതിൽ രാസലഹരിയുടെ പങ്കാളിത്തം, അതിൻ്റെ സ്വാധീനം, ഇതെല്ലാം കൂട്ടിച്ചേർത്ത് അതേക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന, ചിന്തിക്കുന്ന, അതിൽ തിരുത്തലിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തുന്ന ഒരു സമൂഹം കൂടിയാണ് കേരളം. അതാകെയും ഒരു പോലീസിന്റെ തലയ്ക്ക് കെട്ടിവെച്ചാണ് വസ്തുനിഷ്ഠമായി സംസാരിക്കേണ്ടത്. എവിടെയാണ് എഫക്റ്റീവ് ആകുന്നത്? കേരളത്തിലെ ഒരു ഹയർ സെക്കൻഡറി, നമ്മൾ അവിടെ പഠിക്കാം, ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കിടയിൽ അതിശക്തമായിക്കൊണ്ട് ഇതുപോലെ ഗാങ് വാർ ഉണ്ടാകുന്നു. എവിടെയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇടപെട്ടുകൊണ്ട് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി അധ്യാപകർക്ക് വേണ്ടി ഈ വിദ്യാർത്ഥികളെ ആ കേസുകളുടെ അവസ്ഥ നോക്കൂ. ആ കേസുകളിൽ പിടിക്കപ്പെടുന്നു, ഫാസ്റ്റ് ട്രാക്ക് സംവിധാനത്തിൽ വിചാരണ ഉണ്ടാകുന്നു, കേസുകളിൽ ശിക്ഷ വിധിക്കുന്നു. അത് മാത്രമല്ല, ഈ ആന്റി ഡ്രഗ് ക്യാമ്പയിൻ ഏറ്റവും ശക്തമായി നടത്തുന്ന ഒരു സ്റ്റേറ്റ് അല്ലേ ഇപ്പോൾ കേരളം? എത്ര തലങ്ങളിൽ നടന്നു വരുന്നു? അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നമ്മുടെ മുമ്പിൽ ചർച്ചയ്ക്ക് വിധേയമായിട്ടുണ്ടല്ലോ. ഏതൊക്കെ തരത്തിലാണ്? 17 വയസ്സുകാരൻ, പഴയ പ്രീ ഡിഗ്രിക്കാരൻ 25 വർഷമായി ഹയർ സെക്കൻഡറിയുടെ ഭാഗമാകുന്നു. അതിന്റെ അഡ്മിനിസ്ട്രേഷൻ നോക്കുന്ന പ്രിൻസിപ്പൽമാർക്ക് ഈ കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ ഇവർ തമ്മിലുള്ള ഗാങ് വാർ അതിശക്തമായ കാലത്ത് അതിനാവശ്യമായ പരിശീലനങ്ങൾ എന്തെങ്കിലും നൽകിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറ.
അങ്ങനെയാണല്ലോ നമ്മൾ കാര്യങ്ങൾ പഠിക്കുക. സമൂഹത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നു, ആ പ്രശ്നത്തിനെ പരിഹരിക്കാൻ ആവശ്യമായ നമ്മുടെ ചില സ്ട്രാറ്റജി ഉണ്ടാവുന്നു. ആ സ്ട്രാറ്റജി ഉണ്ടാവുന്നില്ല. ആ ഒരു സ്ട്രാറ്റജി ശരി. ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലത്ത് ഗ്യാങ് പറഞ്ഞു വാറിനെ കേൾക്കാൻ കുറിച്ച് തയ്യാറാണ്. പറഞ്ഞുകൊണ്ടാണ് ഗ്യാങ് വാർ എന്ന് നമ്മൾ യഥാർത്ഥത്തിൽ ആ നിലയിലേക്കൊക്കെ അതിനെ അങ്ങ് വിശേഷിപ്പിച്ച് ഒരുപക്ഷെ പ്രതിപക്ഷ ദൗത്യത്തിൽ നിന്നായിരിക്കും രാഷ്ട്രീയമായ. പക്ഷേ ഞാൻ പ്രതിപക്ഷ രാഷ്ട്രീയ എന്റെ പ്രശ്നങ്ങൾ നാട്ടിൽ കുട്ടികളുടെ എന്റെ ഇടയിൽ ചുറ്റുപാടും യെസ്, അതാണ് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്ന പറഞ്ഞത് സാധനങ്ങളാണ്. നിജേഷ്. ഞാൻ നോക്കൂ, ആ. അത്തരം പ്രശ്നങ്ങളെ ആ ഉണ്ടായ പ്രശ്നങ്ങളെ ഏതെങ്കിലും തരത്തിൽ കേരളീയ സമൂഹം, കേരളത്തിലെ സംവിധാനം, അത് ഭരണപക്ഷമാകട്ടെ പ്രതിപക്ഷമാകട്ടെ, അതൊരു ഏറ്റവും വലിയൊരു സാമൂഹ്യ വിപത്തായി കണ്ടുകൊണ്ട് തന്നെ ഒരു പൊതു നിലപാട് സ്വീകരിക്കുന്നു. പോലീസ് മുന്നോട്ട് പോകുന്നു. അതൊരു ആ നിലയിൽ ഗ്യാങ് വാറുകൾ അങ്ങ് പടർന്നു പിടിച്ച ആകെ കേരളം മുഴുവൻ അതാണെന്ന് തോന്നും. പക്ഷേ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ വളരെ ഷാർപ്പായി തന്നെ കേരളം, ഞാനതിനെ ഇത് സത്യത്തിൽ യഥാർത്ഥത്തിൽ ഒരു ഭരണ പ്രതിപക്ഷ തർക്ക വിഷയം പോലുമല്ല. കേരളം അതിനെ കണ്ടെയ്ൻ ചെയ്യും വിധത്തിൽ പെരുമാറുകയല്ലേ. ഞാൻ സത്യത്തിൽ ഞാൻ പ്രതീക്ഷിക്കാത്തൊരു ഏരിയയിൽ താങ്കൾ പറഞ്ഞുകൊണ്ട് ഇത് നമ്മളൊരു സോഷ്യൽ ഡിബേറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് രാഷ്ട്രീയ പ്രശ്നമല്ല. കേരളത്തിൽ 100 മാർക്ക് കൊടുക്കുമ്പോൾ കേരളത്തിലെ പൗരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളതാണ് ഒന്നാമത്തത്. അതിൽ ഗവൺമെന്റ് പരാജയപ്പെട്ടു. ഞാൻ അവിടെ പറഞ്ഞിട്ടുള്ളൂ, അവിടെ പരാജയപ്പെട്ടു. അതിന് താങ്കൾ ഉന്നയിച്ച ചില വിഷയങ്ങൾ രാഷ്ട്രീയമായി മാത്രം കാണേണ്ടതല്ല എന്നുള്ള നിലയിൽ ഞാൻ സംസാരിച്ചു എന്നേ ഉള്ളൂ. പക്ഷേ ആരാണ് ചെയ്യേണ്ടത്? ശരത്ത് വിശദീകരിക്കുക. ആരാണ് ചെയ്യേണ്ടത്? ഒരു സ്റ്റേറ്റിൽ ഒരു ഇഷ്യൂ ഉണ്ടാവുന്നു, ആ ഇഷ്യൂ വളരുന്നു, വലുതാകുന്നു, അതൊരു ഇഷ്യൂ ആയിട്ട് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നു. രക്ഷിതാക്കൾ തീ തിന്നുന്നു, കേരളത്തിലെ പാരന്റ്സ് വല്ലാത്ത മാനസികാവസ്ഥയിലേക്ക് പോകുന്നു, കുട്ടികൾ ഇങ്ങനെ നിൽക്കുന്നു. ആരാണ് ഇടപെടേണ്ടത്? ആരാണ് ഇത് നടപടി ഞാൻ പ്രതിപക്ഷം ഭരണപക്ഷം അവിടെ നിൽക്കട്ടെ. ഈ വിഷയങ്ങളെ ഒരു പ്രതിപക്ഷത്തിന്റെ കണ്ണിലൂടെയോ ഭരണപക്ഷത്തിന്റെ കണ്ണിലൂടെയോ കാണേണ്ടതല്ല. ഇതിൽ തീ തിന്നുന്ന രക്ഷിതാക്കൾ പോലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ അതിനകത്ത് നടന്നിട്ടുള്ള നടപടികളിൽ പൂർണ്ണ വിശ്വാസമർപ്പിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് കണ്ടതാണ്. അവിടെയാണ് നിങ്ങൾ ഒരു ചെറുപ്പക്കാരനെ കൊന്ന ശേഷം ആ കൊലക്കത്തി അറബിക്കടലിൽ കളഞ്ഞിട്ടില്ലെന്നും താഴ്ത്തിയിട്ടില്ലെന്നും അത് ഇപ്പോഴും ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് പറയുന്ന നിലയിൽ അധപ്പതിച്ച ഈ പറഞ്ഞ നിങ്ങൾ ഏറ്റവും അധികം ആധി പൂണ്ട നിലയിലുള്ള ഒരു അപകടകരമായ തലത്തെ മുന്നോട്ട് കൊണ്ടുപോയ കൂട്ടരാണ് ഈ പറയുന്നത്. അത് കേട്ടതല്ലേ? ആ നിലയിലേക്കൊന്നും ഏതായാലും അത് യഥാർത്ഥത്തിൽ ഒരു പോലീസിന് നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യമില്ല. അല്ലല്ല, നിങ്ങൾ തന്നെയാണ് അത് തുടക്കം കുറിച്ച്, ഞാനല്ല. ഇന്ത്യയുടെ രാഷ്ട്രപിതാവിന്റെ പ്രതിമ ലോകം മുഴുവനുള്ളപ്പോൾ അതിനെ ആകെ എതിർക്കുന്നത് സംഘപരിവാറുകാരാണ്. ഗാന്ധി പ്രതിമ അങ്ങനെയൊന്നും സ്ഥാപിക്കേണ്ടതില്ല എന്ന നിലപാടെടുക്കുന്നത് ഇന്ത്യയിലെ സംഘപരിവാറുകാർ മാത്രമാണ്. അതേ നിലപാട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ എടുക്കുന്നു. അടുക്കളയിൽ പോലും ഗാന്ധി പ്രതിമ ഉണ്ടാക്കാൻ അനുവദിക്കില്ല എന്ന് വലിയ തോതിൽ വാവിട്ട് പറഞ്ഞത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ആണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ്, കണ്ണൂർ ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കളാണ്. അപ്പൊ അവരെ പറ്റിയൊക്കെ ഒരു ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ ശരത്തിന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ അത് അംഗീകരിക്കുന്നു. ജി സുധാകരൻ പറഞ്ഞതിനൊക്കെ നമുക്ക് കൂട്ടി വായിക്കാം. നിങ്ങൾ പറഞ്ഞ കോണ്ടെക്സ്റ്റിലേ ഞാൻ സംസാരിച്ചുള്ളൂ. നിജേഷ്, നിങ്ങൾക്ക് എന്ത് ആ നിലയിൽ വിമർശനമാകാം, അത് അപ്പുറത്തുനിന്ന്. പക്ഷെ നിങ്ങൾ കേരളത്തിലെ യുവത്വവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം അവതരിപ്പിച്ചപ്പോൾ ആ നിലയിൽ ഏറ്റവും അപകടകരമായ ഒരു മുദ്രാവാക്യം, കൊലവിളി മുദ്രാവാക്യം വിളിച്ചതും ഒരു നടന്നുവരുന്ന ഒരു കേസുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാനമായ വിഷയത്തെ ആ നിലയിൽ വളരെ പരസ്യമായി വെല്ലുവിളിയുടെയും അർത്ഥത്തിൽ കൊണ്ട് നിങ്ങൾ സംസാരിച്ച കോണ്ടെക്സ്റ്റിലാണ് ഞാൻ പറഞ്ഞത്. ഞാനല്ലാതെ ഗോൾ പോസ്റ്റ് ഒന്നും ഷിഫ്റ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾ ചെറുപ്പക്കാരുമായി ബന്ധപ്പെട്ട ഈ കൊലപാതകം, കൊലവിളി, രാസലഹരി, ഇതിൽ പോലീസിന്റെ റോള്, ആദ്യ പിടിച്ച രക്ഷിതാക്കൾ, ഈ കോണ്ടെക്സ്റ്റിൽ സംസാരിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത്. അപ്പോഴാണ് ആ രക്ഷിതാവ് പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞ സോക്കോൾഡ് ആദ്യ പിടിച്ച രക്ഷിതാവ്, അദ്ദേഹം പറഞ്ഞ എന്താണ്? ആ കത്തി കൊണ്ടുവരൂ, ആദ്യ പിടിച്ച് കഴിയുന്ന ഞങ്ങളെ കൂടി ആ കത്തി ഉപയോഗിച്ച് കൊല്ലൂ എന്നാണ് ധീരജിന്റെ അച്ഛനും അമ്മയും പഴയ കോൺഗ്രസ് അനുഭാവികളായ മനുഷ്യർ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞ അതേ കോണ്ടെക്സ്റ്റിൽ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. ഞാൻ വഴിമാറിപ്പോയിട്ടില്ല. വഴിമാറിപ്പോയി എന്ന് നമുക്ക് പറയാം. നിജേഷ്, ഓഫ് കോഴ്സ് നിങ്ങൾ അവിടെ നിന്ന് കണ്ണൂരിലെ ഗാന്ധി പ്രശ്നവും വേറെ ജി സുധാകരൻ എന്നൊക്കെ പറഞ്ഞ നിങ്ങളാ, ഞാനല്ല. അല്ല, ഞാൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന വിഷയം കേരളത്തിലെ ഒന്നാമത്തെ, നമ്മൾ എപ്പോഴും പറയുന്നത് ഫസ്റ്റ് പ്രയോറിറ്റി ആഭ്യന്തര സംവിധാനത്തിനാണ്. ആ ആഭ്യന്തര സംവിധാനം നേർവഴിക്കാണോ പോകുന്നത് എന്ന ഒരൊറ്റ ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിൽ അത് ഉണ്ടോ? സെൽ ഭരണം നടക്കുന്നു. പോലീസ് സ്റ്റേഷനകത്തേക്ക് നിങ്ങൾ പോയി നോക്കൂ. ഭരണം നടത്താൻ വേണ്ടി ആളുകളെ ഏൽപ്പിച്ചു വെച്ചിട്ടുണ്ട്. കേരളത്തിനകത്ത് ആത്മവിശ്വാസമുള്ള പോലീസുകാരുടെ താമരശ്ശേരി, അല്ല ഞാൻ ചോദിക്കട്ടെ, താമരശ്ശേരിയിൽ ഒരു ഭാര്യയെ ഭർത്താവ് കൊന്നു. താമരശ്ശേരി എന്താ നിങ്ങൾ ചെയ്തത്? ആ സമയത്ത് ആ പരാതിയുമായി ബന്ധപ്പെട്ട നൗഷാദ് എന്ന് പറയുന്ന SI സസ്പെൻഡ് ചെയ്തു.
നൗഷാദ് അതുമായി ബന്ധപ്പെട്ട ആളെയല്ല. ആ കുട്ടിയെ വീട്ടുകാർ പറഞ്ഞു, മറ്റവർ പറഞ്ഞു, കാരണം നൗഷാദിനെ ബലിയാടാക്കണം. 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞപ്പോൾ നൗഷാദിനെ തിരിച്ചെടുത്തു. ആ പ്രശ്നം അവസാനിച്ചു. അതിനപ്പുറത്തേക്ക് ആ പ്രശ്നത്തെ, അതുപോലെയുള്ള പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ നമുക്ക് സാധിച്ചോ എന്ന ചോദ്യമാണ്. അതിന്റെ തൊട്ടപ്പുറത്ത് 3 കിലോമീറ്റർ അപ്പുറത്താണ് എന്ത് സംഭവിച്ചത്? ഒരു അമ്മയെ മകൻ കൊന്നത്. ഈ രണ്ടുപേരും സുഹൃത്തുക്കളാണ്, ഇവർ നിരന്തരമായി ലഹരി ഉപയോഗിക്കുന്നവരാണ് എന്ന് പറയുന്നു. അപ്പൊ ആ തരത്തിലേക്ക് ലഹരി നമ്മുടെ നാട്ടിൽ എത്തുന്ന സമയത്ത് എന്താണ് നമ്മൾ എടുക്കുന്ന നിലപാട്? കേരളത്തെ രക്ഷിക്കാൻ നമ്മൾ എടുക്കുന്ന നിലപാട് എന്താണ്? ഇപ്പൊ പറയുന്നു, കഴിഞ്ഞ ദിവസം പറയുന്നു 2 ആഴ്ച പഠനമില്ല. ഇന്ന് മെയ് മാസം 20 19 2 ആഴ്ച പഠനമില്ല. പകരം 2 ആഴ്ചത്തേക്ക് ഈ കാര്യത്തിൽ എന്ത് നിലപാടാണ് എടുക്കുന്നത് എന്ന് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. 3 ദിവസത്തെ ഒരു പരിശീലനം, 3 ദിവസത്തെ ഒരു കോഴ്സ് മതിയാവുമോ? 2 ആഴ്ച പാഠപുസ്തകം മാറ്റി നിർത്തിക്കൊണ്ട് ഈ പ്രശ്നത്തിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ യഥാർത്ഥത്തിൽ ഇതിനെ അഡ്രസ് ചെയ്യേണ്ടത്, പരിശീലനം കൊടുക്കേണ്ടത് ഹയർ സെക്കൻഡറി മേഖലയിലെ അധ്യാപകർക്കും യഥാർത്ഥത്തിൽ പ്രിൻസിപ്പൽമാർക്കുമല്ലേ? അത് കൊടുക്കേണ്ടതിൽ സമയം ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു പോയില്ലേ എന്ന ക്വസ്റ്റ്യന് അതിനെ ഒരു മെറിറ്റ് ബേസ്ഡ് ആൻസർ ആണ് നമുക്ക് പലതിലേക്കും വരേണ്ടതുകൊണ്ടാണ് ഞാൻ നിജേഷ് വരാം. പോയി കഴിഞ്ഞാൽ നിജേഷ് ആ പോയിന്റിൽ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ടാണ് ഒരു പ്രയാസമായിരിക്കും ഉണ്ടാവുക. ഞാൻ വരാം, നിജേഷിലേക്ക് വരാം. ഇതിൽ തന്നെ പോയിന്റ് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്നതുകൊണ്ടാണ്. അപ്പോഴും ഞാൻ ഈ വെക്കേഷൻ കാലത്താണ് ഈ പറഞ്ഞതുപോലെ കേരളത്തിലെ അധ്യാപകരുടെ അവരുടെ ട്രെയിനിങ് കോഴ്സുകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് ഈ കാലത്താണ്. അത് കാര്യമായി നടന്നു വരുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനകത്ത് ഇതെല്ലാം വരും. അതുപോലെ തന്നെ മന്ത്രിയുടെ ഭാഗത്ത് തന്നെ ഈ പുതിയ സാഹചര്യങ്ങൾക്കനുസരിച്ച് വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ടൊരു പുതിയ അധ്യയന വർഷത്തിൽ പോകുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളും ഒക്കെ പൊതുവിദ്യാഭ്യാസ മന്ത്രി തന്നെ വാർത്താ സമ്മേളനത്തിൽ ഈ അടുത്ത സമയങ്ങളിൽ വിശദീകരിച്ചൊക്കെ ഞാനിങ്ങനെ സാന്ദർഭികമായി താങ്കൾ പറഞ്ഞുകൊണ്ട് ഓർത്തു എന്നേ ഉള്ളൂ.